Dear students, first years in the MDC paper Mathematics for Competitive Examination Part 1 അതിൻ്റെ ലാസ്റ്റ് ടോപ്പിക്ക് ക്ലോക്ക്സ് ആൻഡ് കലണ്ടർ എന്നുണ്ട്. അതിൽ ക്ലോക്കിൽ വരുന്ന പോർഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോക്ക് നമുക്കറിയാവുന്നതാണ് ക്ലോക്കിനെ കുറിച്ചൊക്കെ. അപ്പോൾ അതിൽ നമുക്കറിയാം അതിൽ ഈ ചുറ്റും കാണുന്ന ക്ലോക്കിൻ്റെ ഈ ചുറ്റും കാണുന്ന ഈ ഒരു റൗണ്ട് അതിനെ നമ്മൾ ഡയൽ എന്നാണ് പറയുക. ദെൻ അതിൽ 3 നീഡിലുണ്ടാവും. അവർ ഹാൻഡ്, മിനിറ്റ് ഹാൻഡ്, സെക്കൻഡ് ഹാൻഡ്. ഓക്കെ, അവർ ഹാൻഡ് ഉണ്ട്, മിനിറ്റ് ഹാൻഡ് ഉണ്ട്, സെക്കൻഡ് ഹാൻഡ് ഉണ്ട്. ഇത് ഓരോ സമയത്തും ഓരോ മിനിറ്റിലും സെക്കൻഡിലും അതുപോലെ ഓരോ മണിക്കൂറിലും എത്ര ഡിഗ്രിയാണ് മൂവ് ആവുക എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ 12, 1, 2, 3 അങ്ങനെ. അപ്പോൾ ഈ 12 മുതൽ 1 വരെ അല്ലെങ്കിൽ 1 മണി അങ്ങനെയുള്ള ആംഗിൾസൊക്കെ എത്രയാണ് വരിക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയേണ്ടത് ഈ 12, 1 ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ നമുക്കതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസുകൾ നോക്കാം. അവർ ഹാൻഡ് മണിക്കൂർ സൂചി ഓരോ മണിക്കൂറിലും എത്ര ഡിഗ്രിയാണ് മൂവ് ആവുന്നത്? 30 ഡിഗ്രി. കാരണം എന്താണ്? ഇതാണ് നമ്മുടെ അവർ ഹാൻഡ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ 8 മണി, ഇതിപ്പോൾ 9 മണി ആവുന്ന സമയത്ത് എവിടെയായിരിക്കും ഈ മണിക്കൂർ സൂചി ഉണ്ടാവുക? 9-ലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നിന്ന് 1 മണിക്കൂർ കൊണ്ട് 8-ൽ നിന്ന് എവിടെ എത്തുള്ളൂ? 9-ൽ എത്തുള്ളൂ. സോ ഈ ഡിഗ്രി അടുത്തടുത്തുള്ള എല്ലായിടത്തും കവർ ചെയ്യുന്നത് എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. സോ 1 മണിക്കൂർ കഴിയുമ്പോൾ മണിക്കൂർ സൂചി എത്രയാണ് മൂവ് ആവുള്ളൂ? 30 ഡിഗ്രിയാണ് മൂവ് ആവുക. അതേസമയം മിനിറ്റ് ഹാൻഡ് ആണെന്നുണ്ടെങ്കിലോ ഇതോ ഓരോ മണിക്കൂറിലും ഇത് തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും മിനിറ്റ് ഹാൻഡ് എന്ത് ചെയ്യും? 6 ഡിഗ്രിയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ മിനിറ്റ് ഹാൻഡ് എന്ത് ചെയ്യും? മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് 12-ൽ നിന്ന് 12:05 എത്തുമ്പോഴേക്കും അതെന്താ 30 ഡിഗ്രി കവറാവുമെന്ന് പറഞ്ഞു. അപ്പോൾ മിനിറ്റ് ഹാൻഡ് എന്താണ്? ഓരോ തവണയും മൂവ് ചെയ്ത് 5 പ്രാവശ്യം ഇങ്ങനെ മൂവ് ചെയ്തിട്ടാണ് ഈ 1-ലേക്ക് എത്തുന്നത്. സോ മിനിറ്റ് ഹാൻഡ് ഓരോ മിനിറ്റിലും 6 ഡിഗ്രി മൂവ് ചെയ്യും. അതേപോലെ സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലോ ഓരോ സെക്കൻഡിലും 6 ഡിഗ്രി മൂവ് ചെയ്യും. അപ്പോൾ ഇത് 3 പോയിൻ്റ് ഓർത്തിരിക്കുക. ഓരോ മണിക്കൂറിലും അവർ ഹാൻഡ് മൂവ് ചെയ്യുന്നത് 30 ഡിഗ്രിയാണ്. മിനിറ്റ് ഹാൻഡ് ഓരോ മിനിറ്റിലും 6 ഡിഗ്രി മൂവ് ചെയ്യും. സെക്കൻഡ് ഹാൻഡ് ഓരോ സെക്കൻഡിലും 6 ഡിഗ്രി ആയിരിക്കും മൂവ് ചെയ്യുക. ഇനി നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കാൻ, അതായത് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? നമുക്കൊരു ടൈം തരും. ഇപ്പോൾ 4:30 അല്ലെങ്കിൽ 9:50 ഇങ്ങനെ ടൈം തരുമ്പോൾ അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ, തീറ്റ കണ്ടുപിടിക്കാൻ, തീറ്റ എന്നാണ് നമ്മൾ ആംഗിളിനെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് മോഡ് ഓഫ് എന്ന് വെച്ചാൽ പോസിറ്റീവ് വാല്യൂസ് എടുക്കുക എന്നുള്ളതാണ്. 30h - 11/2 m. h കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ, m കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിനിറ്റ്. നോക്കുക, സമയം 7:20 അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതാ മണിക്കൂർ സൂചി എന്ന് പറയുന്നത് 7ഉം മിനിറ്റ് സൂചി എന്ന് പറയുന്നത് 20ഉമാണ്. സോ ഫസ്റ്റത്തെ നമ്മൾ മണിക്കൂർ സൂചിക്ക് h എന്നും മിനിറ്റിൻ്റെ നമ്മൾ m എന്നും കൊടുത്തു. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? മോഡ് 30h - 11/2 × m. അപ്പോൾ മോഡ് 30 അങ്ങനെ തന്നെ എഴുതി. h എന്ന് പറഞ്ഞാൽ അവർ 7 മണി മൈനസ് 11/2 × മിനിറ്റ് 20 മിനിറ്റ് 20. അപ്പോൾ എച്ചിൻ്റെ സ്ഥാനത്ത് 7 എന്നും എമ്മിൻ്റെ സ്ഥാനത്ത് 20 എന്നും കൊടുത്തു. അപ്പോൾ മോഡ് 30 × 7 210 മൈനസ് നമുക്ക് 2ഉം 20ഉം തമ്മിൽ 10 തവണ വെട്ടിക്കളയാം. സോ 11 × 10 110. അപ്പോൾ 210 - 110 100 ഡിഗ്രി എന്ന ആൻസർ കിട്ടും. അപ്പോൾ ക്ലോക്കിൽ സമയം 7:20 ആകുമ്പോൾ അതിൻ്റെ ആംഗിൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 100 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 2 സൂചികളുടെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത്. 30h - 11/2 × m. ഇനി നമുക്കറിയാം അവർ ഹാൻഡ്, മിനിറ്റ് ഹാൻഡ്, സെക്കൻഡ് ഹാൻഡ്. ജസ്റ്റ് അതിൻ്റെ ഒരു ഡെഫിനേഷൻ പോലെ എഴുതിയതാണ്. എന്താണ് അവർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ ആ ക്ലോക്കിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള അതുപോലെ സ്ലോവർ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഹാൻഡാണ് എന്ത്? അവർ ഹാൻഡ്. ഇത് ഒരു ദിവസം മൊത്തം ഫുൾ റെവല്യൂഷൻ നടക്കുന്നത് എത്ര തവണയാണ്? 2 പ്രാവശ്യമാണ്. എന്ന് വെച്ചാൽ തുടങ്ങിയെടുത്ത് തന്നെ വീണ്ടും, ഇപ്പോൾ 12 എന്ന് വെച്ചാൽ തുടങ്ങിയെടുത്ത് തന്നെ വീണ്ടും എത്തുന്നത് ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യമാണ്? 2 പ്രാവശ്യമാണ്. അതേപോലെ മിനിറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടത്തിലുള്ള ബിഗ്ഗർ അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഹാൻഡാണെന്ത്? മിനിറ്റ് ഹാൻഡ്. ഇത് ഓരോ മണിക്കൂറിലും എന്ത് ചെയ്യും? ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ആക്കും. എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ഒരു 60 മിനിറ്റാണ് എന്ത്? 1 മണിക്കൂർ എന്ന് പറയുന്നത്. സോ ഓരോ മണിക്കൂറിലും ഇതെന്ത് വരും? ഫുൾ റൗണ്ട് തുടങ്ങിയെടുത്ത് തന്നെ ഓരോ മണിക്കൂറിലും എത്തുമല്ലോ.
അപ്പോൾ ഓരോ മണിക്കൂറിലും മിനിറ്റ് ഹാൻഡ് എന്ത് ചെയ്യും, ഒരു റവല്യൂഷൻ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് വരും. സെക്കൻഡ് ഹാൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഓരോ എത്ര സെക്കൻഡ്സ് എന്ന് കാണിക്കാനാണ് സെക്കൻഡ് ഹാൻഡ് ഉള്ളത് നമ്മുടെ സർക്കുലർ ഡയലിൽ. ഇത് ഓരോ മിനിറ്റിലും എന്ത് ചെയ്യും, ഒരു റവല്യൂഷൻ മൂവ് ചെയ്യും. സെക്കൻഡ് ഹാൻഡ് ആണല്ലോ ഏറ്റവും ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും ഇത് സെക്കൻഡ് ഹാൻഡ് എന്ത് ചെയ്യും, ഫുൾ റവല്യൂഷൻ വരും. എന്ന് വെച്ചാൽ തുടങ്ങിയിട്ട് തന്നെ വീണ്ടും എത്തും ഓരോ മണിക്കൂറിലും, ഓരോ മിനിറ്റിലും. മിനിറ്റ് ഹാൻഡിൽ നിന്നാണെങ്കിൽ ഓരോ മണിക്കൂറിലും ആയിരിക്കും എന്ത് ചെയ്യുക, തുടങ്ങിയെടുത്ത് എത്തുക. അതായത് 1 റവല്യൂഷനാണ് ഒരു അവറിൽ. സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ ഒരു മിനിറ്റിൽ ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ആക്കും. അവർ ഹാൻഡ് ആണെങ്കിൽ ഒരു ദിവസം ആകെ 2 റവല്യൂഷനാണ് നടത്തുള്ളൂ. എന്ന് വെച്ചാൽ തുടങ്ങിയെടുത്ത് തന്നെ വീണ്ടും എത്തുന്നത് 2 പ്രാവശ്യമാണ് അവർ ഹാൻഡ്. ഇനി നോക്കുക, ഇത് എത്ര ഗെയിൻ ചെയ്യും, അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും തമ്മിലുള്ള ഗെയിൻ എത്ര മാക്സിമം നിൽക്കുന്നുണ്ട് എന്നാണ് ജസ്റ്റ് ഒരു നോട്ടായിട്ട് പറയുന്നത്. ഇൻ 1 അവർ, ഒരു മണിക്കൂറിൽ മിനിറ്റ് ഹാൻഡ് നമുക്കറിയാം എത്ര മിനിറ്റാണ് കവർ ചെയ്യുക, 60 മിനിറ്റാണ്. ഒരു മണിക്കൂറിൽ മിനിറ്റ് സൂചി 60 മിനിറ്റ് സ്പേസ് കവർ ചെയ്യും ആണല്ലോ. 60 മിനിറ്റാണ് എന്ത്, ഒരവർ എന്ന് പറയുന്നത്. സോ ഒരു മണിക്കൂറിൽ മിനിറ്റ് സൂചി 60 മിനിറ്റ് കവർ ചെയ്യുമ്പോൾ അവർ ഹാൻഡ് എത്ര മിനിറ്റ് മാത്രമാണ് കവർ ചെയ്യുന്നത്, 5 മിനിറ്റ്. ഇതിപ്പോൾ സമയം 8 മണി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മിനിറ്റ് ഹാൻഡ്. ഈ മിനിറ്റ് ഹാൻഡ് ഒരു മണിക്കൂർ കഴിയുന്ന സമയത്ത് 8 മണി എന്നുള്ളത് എന്താവും, 9 മണിയാവും. അതായത് ഈ 60 5 5 5 5 5 ഇങ്ങനെ 60 മിനിറ്റ് സ്പേസ് കവർ ചെയ്ത് എത്തുമ്പോഴാണ് 8 മണി എന്താവുന്നത്, 9 മണിയാവുന്നത്. സോ ഇതിലത്തെ മിനിറ്റ് ഹാൻഡ് എത്ര മിനിറ്റ് സ്പേസ് മൂവ് ചെയ്തു, 5 5 5 അങ്ങനെ 60 മിനിറ്റ് സ്പേസ് ഇത് മൂവ് ചെയ്തു. പക്ഷേ അവർ ഹാൻഡ് എവിടെ എത്തുള്ളൂ, ഒരു മണിക്കൂർ കഴിയുമ്പോൾ 8 എന്നുള്ളത് 9. പക്ഷേ അവർ ഹാൻഡ് എത്ര മാത്രമേ മൂവ് ചെയ്തിട്ടുള്ളൂ, 5 മിനിറ്റ് സ്പേസേ മൂവ് ചെയ്തിട്ടുള്ളൂ. സോ നമ്മുടെ ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 60 - 5 55 മിനിറ്റാണ്. 60 മിനിറ്റ് കൊണ്ട് ആര് ഗെയിൻ ചെയ്യുന്നത്, മിനിറ്റ് ഹാൻഡ് എക്സ്ട്രാ കവർ ചെയ്തത്. ഓക്കെ, അവർ ഹാൻഡ് 5 മിനിറ്റ് കവർ ചെയ്യുന്ന സമയത്ത് മിനിറ്റ് ഹാൻഡ് എന്ത് ചെയ്യും, 60 മിനിറ്റ് കവർ ചെയ്യും. സോ രണ്ടും തമ്മിലുള്ള എക്സ്ട്രാ ഗെയിൻ എന്ന് പറയുന്നത് കൂടുതൽ നിൽക്കുന്നത് ആർക്കാണ്, മിനിറ്റ് ഹാൻഡിന് 55 മിനിറ്റ് ഒരു മണിക്കൂറിൽ ഗെയിൻ ചെയ്യാൻ പറ്റും. അതായത് 60 മിനിറ്റിൽ 55 മിനിറ്റ് ഇതിനെക്കാട്ടിലും എന്ത് നിൽക്കുന്നുണ്ട്, അവർ ഹാൻഡിനെക്കാട്ടിലും മിനിറ്റ് ഹാൻഡ് വ്യത്യാസം വന്ന് നിൽക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കുറച്ച് ക്ലോക്സിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് നോക്കുക. നമുക്കറിയാം ഈ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഒരേപോലെ വരും. എന്ന് വെച്ചാൽ രണ്ടും സെയിം മുകളിലേക്ക് വന്ന് നിൽക്കുന്ന പോലെ തോന്നും. ഇപ്പോൾ 3 കഴിഞ്ഞ 3നും 4നും ഇടയിൽ ഇങ്ങനെ 3:20 എന്നൊക്കെ ആവുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്യും, മുകളിലേക്കായി നിൽക്കുന്നത് പോലെ തോന്നും. അപ്പോൾ അങ്ങനെ എത്ര തവണ ഓരോ മണിക്കൂറിൽ മൂവ് ചെയ്യും, അതുപോലെ ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. ഫസ്റ്റ് വൺ നോക്കാം. ഇൻ 1 അവർ, ഒരു മണിക്കൂറിൽ 2 ഹാൻഡും മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എന്ത് ചെയ്യും, ഒരേ ഒരു തവണ മാത്രമാണ് കോയിൻസൈഡ് ചെയ്യുക. ഒരു മണിക്കൂറിൽ ഇതെന്താണ്, ഒരൊറ്റ തവണ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മുകളിലേക്കായിട്ട് നിൽക്കുള്ളൂ. സെക്കൻഡ് വൺ, ഇൻ 12 അവർ ബോത്ത് ഹാൻഡ്സ് കോയിൻസൈഡ് 11 ടൈംസ്. ഇപ്പോൾ ഒരു മണിക്കൂർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ തവണയാണ് കോയിൻസൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു. 12 മണിക്കൂർ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ 11 പ്രാവശ്യം ഇത് രണ്ടും ഒരേപോലെ നിൽക്കും. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും മുകളിലേക്ക് നിൽക്കുന്നത് എത്ര പ്രാവശ്യമാണ്, 11 തവണ. എന്നാൽ അതേസമയം എന്ത് ചെയ്യും, ഒരു ദിവസം ഫുള്ളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 22 തവണയാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. കുറേ 22 ടൈംസ് വരുന്നുണ്ട്. അതെല്ലാം കൂടെ നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ പറയാം. അപ്പോൾ 12 മണിക്കൂറിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും 11 തവണ ഒരേപോലെ വരും, മുകളിലായിട്ട് വരും. ഒരു ദിവസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 22 തവണയാണ് കോയിൻസൈഡ് ചെയ്യുക. അതേപോലെ 90 ഡിഗ്രി. എന്താ 90 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ വരുന്ന ആംഗിൾ 9 മണി എന്നുള്ള സമയം, അതേപോലെ 3 മണി എന്നുള്ള സമയം, 3:30 എന്നുള്ള സമയം, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുക, റൈറ്റ് ആംഗിൾഡ് എന്ന് പറയുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോൾ, രണ്ട് സൂചിയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആവുന്നതിനാണ് റൈറ്റ് ആംഗിൾ എന്ന് പറയാം. അപ്പോൾ ഈ 2 ഹാൻഡും, അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും 90 ഡിഗ്രി ആവുന്നത് എപ്പോഴാണ് എന്ന് വെച്ചാൽ എന്താണ്, 15 മിനിറ്റ് സ്പേസ് വരിക അല്ലേ. 9 മണി എന്ന് പറയുന്ന സമയത്ത് 5, 5, 10, 5, 15 മിനിറ്റ് സ്പേസ് എത്രയാണ്, 15 മിനിറ്റ് സ്പേസാണ്. അപ്പോൾ എപ്പോഴാണ് വരുന്നത്, 2 ഹാൻഡും 90 ഡിഗ്രി ആവുന്നത് എപ്പോഴാണ്, ഒരു അവറിൽ 2 പ്രാവശ്യമാണ്. ഓക്കെ, 9 മണിയാണ് സമയം എന്ന് വിചാരിക്കുക.
ഇത് 1 മണിക്കൂർ കഴിയുമ്പോൾ എന്ന് വെച്ചാൽ 10 മണിക്കുള്ളിൽ എത്ര തവണ റൈറ്റ് ആംഗിൾ കാണിക്കും? 9 മണി. ഇത് റൈറ്റ് ആംഗിൾ അല്ല. ദെൻ എന്താണ്? 9:30. അപ്പോൾ 9 മണി കഴിഞ്ഞു എന്ന് വെച്ചാൽ പിന്നെ എപ്പോഴാണ് കാണിക്കുന്നത്? 9:30ക്കാണ്. പിന്നെ 10 മണിക്കുള്ളിൽ വേറെ കാണിക്കുമോ? ഇല്ല. അപ്പോൾ എത്ര തവണയാണ് വരുന്നത്? 1 മണിക്കൂറിൽ 2 തവണ മാത്രമാണ് എന്തുണ്ടാവുക? 90 ഡിഗ്രി ഉണ്ടാവുക, 2 ഹാൻഡുകൾ തമ്മിൽ. അതേപോലെ 12 മണിക്കൂർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 22 തവണ എന്തായിരിക്കും? റൈറ്റ് ആംഗിളിൽ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും ഉണ്ടാവും. അതേപോലെ ഒരു ദിവസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 44 പ്രാവശ്യമാണ് ഇത് റൈറ്റ് ആംഗിളിൽ വരിക. അതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 90 ഡിഗ്രി കാണിക്കുന്നതാണ്, അതായത് 15 മിനിറ്റ് സ്പേസ്. ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ വരിക, 180 ഡിഗ്രി, 30 മിനിറ്റ് സ്പേസ് 30 മിനിറ്റ് സ്പേസ് കവർ ആവുന്നത് എപ്പോഴൊക്കെയാണെന്നാണ്. എപ്പോഴാണ്? ദിസ് ഹാപ്പൻസ് വൺസ് ഇൻ അവർ. 1 മണിക്കൂറിൽ ഒരേ ഒരു തവണ മാത്രമേ എന്താവുള്ളൂ? ഇത് 30 ഡിഗ്രി ആവുള്ളൂ, 180 ഡിഗ്രി ആവുള്ളൂ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ 9 മണിയാണെങ്കിൽ പിന്നെ ഇത് എപ്പോഴാണ് സ്ട്രെയിറ്റ് ആവുള്ളൂ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ 9:15 മാത്രമേ കാണിക്കുള്ളൂ, വേറെ ഏതും കാണിക്കില്ല. ഇതൊക്കെ ഇതാവുമ്പോൾ 90 ഡിഗ്രി വരുന്നുള്ളൂ. അപ്പോൾ 2 ഹാൻഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുന്നത് എന്ന് വെച്ചാൽ 30 മിനിറ്റ് സ്പേസ് കവർ ആവുന്നത് എത്ര പ്രാവശ്യമാണ്? ഒരേ ഒരു പ്രാവശ്യമാണ് 1 മണിക്കൂറിൽ. എന്നാൽ 12 മണിക്കൂർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര പ്രാവശ്യമാവും? 11 പ്രാവശ്യമാവും. ഒരു ദിവസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 22 തവണ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 1 മണിക്കൂറിൽ 2 ഹാൻഡും കോയിൻസൈഡ് ചെയ്യുന്നത് ഒരൊറ്റ പ്രാവശ്യമാണ്. 12 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ 11 തവണ, ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ 22 തവണ കോയിൻസൈഡ് ചെയ്യുന്നു പറഞ്ഞു. ദെൻ 2ഉം റൈറ്റ് ആംഗിളിൽ വരുന്നത് 1 മണിക്കൂറിൽ 2 പ്രാവശ്യമാണ്. നിങ്ങൾക്ക് നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചിട്ടാണെങ്കിൽ നമുക്കൊന്ന് കൺഫേം ചെയ്യാം കേട്ടോ. അപ്പോൾ 2 ഹാൻഡും 90 ഡിഗ്രി ആവുന്നത് 1 മണിക്കൂറിൽ 2 പ്രാവശ്യം, 12 മണിക്കൂറിൽ 22 പ്രാവശ്യം, ഒരു ദിവസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 44 പ്രാവശ്യം. 12ൽ 22, അത് കഴിഞ്ഞ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ. 24 ആകുമ്പോൾ 44 ടൈംസാണ് റൈറ്റ് ആംഗിളിൽ ഉണ്ടാവുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുന്നത് എപ്പോഴാണ്? ഒരേ ഒരു പ്രാവശ്യം. 1 മണിക്കൂറിൽ 1 പ്രാവശ്യമാണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ കാണിക്കുക. 12 മണിക്കൂറാണെങ്കിൽ 11 തവണ, ഒരു ദിവസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 22 തവണ. ഇനി മിനിറ്റ് ഹാൻഡ്, ഒരു മിനിറ്റ് ഹാൻഡ് എത്ര ഡിഗ്രി ആംഗിളാണ് കവർ ചെയ്യുക? അത് നമ്മൾ പറഞ്ഞു 6 ഡിഗ്രി പെർ മിനിറ്റ് ആണെന്ന്. അതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ആംഗിൾ 360 ആണ്. ഓരോന്നും 30, 30, 30 അങ്ങനെ എടുക്കുമ്പോൾ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഫുൾ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. നമ്പർ ഓഫ് സ്പേസസ് എത്രയാണ്? 60. സോ 360/60 6 ഡിഗ്രി എന്ന് കിട്ടിയത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ നോട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി വളരെ ഷോർട്ട് കട്ട്സാണ് പറയുന്നത്. n സമയം എന്ന് വെച്ചാൽ 3നും 4നും ഇടയ്ക്ക് n-ഉം n+1 ആണ്. അടുത്തടുത്തുള്ള ടൈമിൽ 2 ഹാൻഡും കോയിൻസൈഡ് ചെയ്യുന്നത് ഏത് സമയത്താണ് എന്ന് കണ്ടുപിടിക്കാൻ പറയും. 4നും 5നും ഇടയ്ക്ക് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും കോയിൻസൈഡ് ചെയ്യുന്നത് ഏത് ടൈമിലാണ് എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 6n/11 മിനിറ്റ് പാസ്റ്റ് n. അതായത് 4 മിനിറ്റിന് ശേഷം 4 മിനിറ്റ് കഴിഞ്ഞ് 60n/11 മിനിറ്റ് ആകുമ്പോഴാണ് എന്താവുക? 2 സൂചിയും തമ്മിൽ കോയിൻസൈഡ് ആവുന്നത്. എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമുക്ക് n-ഉം n+1 ആണെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടത് ആദ്യത്തെ പോയിൻ്റാണ്, n കൊടുക്കേണ്ടത്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 4 o'clock and 5 o'clock വിൽ ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ബി ടുഗദർ? 4നും 5നും ഇടയ്ക്ക് പറയുമ്പോൾ n 4ഉം n+1 5ഉം ആണ്. 2 ഹാൻഡും കോയിൻസൈഡ് ചെയ്യുന്നത് എപ്പോഴാണ്? 60n/11. അപ്പോൾ n ഈക്വൽ ടു എത്ര കൊടുക്കുക? 4 കൊടുക്കുക. സോ 60 × 4/11 240/11 എന്ന് കിട്ടും. അതായത് 4 മണി കഴിഞ്ഞ് 21 മിനിറ്റും 9/11 സെക്കൻഡ്സിലും ആണ് എന്താവുക? ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്യുക. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും കോയിൻസൈഡ് ചെയ്യുന്നത് 7 മണി 21 മിനിറ്റ് 9/11. ഇനി വേണമെങ്കിൽ സെക്കൻഡിലേക്ക് ആക്കാൻ × 60 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ടൈമിലാണ് എന്താവുക? 2 സൂചികൾ തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അടുത്ത ഷോർട്ട് കട്ടാണ് n-ഉം n+1 ടൈമിൽ. നമ്മൾ നേരത്തെ n-ഉം n+1 തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ 3 പ്രോപ്പർട്ടീസും അത് വെച്ചിട്ട് തന്നെയാണ് വരുന്നത്.
സോ എന്നിനും n+1നും ഇടയിൽ രണ്ട് സൂചികളും എന്താവുക, റൈറ്റ് ആംഗിൾ ആവുക. 90 ഡിഗ്രി ആവുന്നത് ഏത് സമയത്താണ്? തൊട്ട് മുന്നിൽ പറഞ്ഞത് കോയിൻസൈഡ് ചെയ്യുന്നത് എപ്പോഴാണ്, ഒരേപോലെ വരുന്നത് എപ്പോഴാണെന്നാണ്. ഇവിടെ 90 ഡിഗ്രി ആവുന്നത് എപ്പോഴാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് 2 പ്രാവശ്യം സംഭവിക്കുന്നത് പറഞ്ഞു നമ്മൾ 1 മണിക്കൂറിൽ. എപ്പോഴേക്കാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഷോർട്ട് കട്ട് 5n ± 15 × 12/11. നമുക്കറിയാലോ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 15 മിനിറ്റ് സ്പേസ് ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ 15 എന്ന് കൊടുക്കുന്നത് കേട്ടോ ഫോർമുലയിൽ. അപ്പോൾ 5n ± 15 × 12/11. അപ്പോൾ 2 സമയമായതുകൊണ്ട് ഒരു സമയം 5n + 15 × 12/11ഉം 2 പ്രാവശ്യമല്ലേ. അടുത്തത് 5n - 15 × 12/11ഉമാണ്. ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 7 and 8 o'clock in the morning will the both hands of a clock be at right angle? 7നും 8നും ഇടയ്ക്ക് ഏത് ടൈമിലാണ് എന്താവുക, 2 ഹാൻഡും തമ്മിലുള്ള ആംഗിള് റൈറ്റ് ആംഗിൾ ആവുക എന്ന് വെച്ചാൽ 90 ഡിഗ്രി ആവുക. അപ്പോൾ നമ്മൾ ഇവിടെ റിസൾട്ടായിട്ട് പഠിച്ചു 90 ഡിഗ്രി ആവുന്നത് 1 മണിക്കൂറിൽ എത്ര പ്രാവശ്യമാണ്, 2 പ്രാവശ്യമാണ്. സോ അത് കണ്ടുപിടിക്കാൻ 5n ± 15 × 12/11. ഇപ്പോൾ ഒരു സമയം 5n + 15 × 12/11ഉം അടുത്തത് 5n - 15 × 12/11ഉമാണ്. നമ്മൾ എപ്പോഴും ആദ്യത്തെ പോയിൻ്റാണ് എടുക്കേണ്ടത്, 7 മണി എന്നുള്ളത്, n-ഉം n+1 ആകുമ്പോൾ കേട്ടോ. അപ്പോൾ എന്നിന് നമ്മൾ എന്ത് ചെയ്തു, 7 കൊടുത്തു. അപ്പോൾ ഒരു സമയം എപ്പോഴാണ് 5 × 7 + 15 × 12/11ഉം അടുത്ത സമയം 5 × 7 - 15 × 12/11ഉം. അപ്പോൾ 5 × 7 35 + 15 50 × 12/11ഉം അടുത്തത് 5 × 7 35 - 15 20 × 12/11. രണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 600/11 എന്നും 240/11 എന്നും കിട്ടും. അതായത് 54. നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ചെയ്താലോ, 600/11 ഡിവൈഡ് ചെയ്യുമ്പോൾ മുകളിൽ 54 കോഷ്യൻറ്റും റിമൈൻഡർ 6ഉം കിട്ടും. നമ്മുടെ ഡിവിഡൻറ്റ് 11 ആണ്. അപ്പോൾ 54 6/11 എന്ന് എഴുതാം. അതേപോലെ 240/11 21 9/11 എന്ന് എഴുതാം. എന്ന് വെച്ചാൽ എന്താണ്, 7 മണിക്ക് ശേഷം 7 മണി 21 മിനിറ്റ് 9/11 സെക്കൻഡ് ആകുമ്പോഴാണ് എന്താവുക, 2 സൂചിയും തമ്മിൽ റൈറ്റ് ആംഗിൾ ആവുക. അതേപോലെ തന്നെ അടുത്ത റൈറ്റ് ആംഗിൾ ആവുന്ന ടൈം എപ്പോഴാണ്, 7 മണി 54 മിനിറ്റ് 6/11 സെക്കൻഡിൽ. നെക്സ്റ്റ് വൺ, നമ്മൾ ആ പ്രോപ്പർട്ടിയിൽ പറഞ്ഞത് എന്തൊക്കെയാണ്, കോയിൻസൈഡ് ചെയ്യുന്നത്, റൈറ്റ് ആംഗിൾ ആവുന്നത്, 180 ഡിഗ്രി ആവുന്നത് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ആംഗിൾ ആവുന്നതും എപ്പോഴാണെന്ന് കൂടെ ആ നോട്ടിൽ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് കൂടിയാണ്. n-o'clockനും n+1 തമ്മിൽ 2 സൂചി തമ്മിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിൽക്കുന്നത് ഏതൊക്കെ ടൈമിലാണ്, ഒരു പ്രാവശ്യമേ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു 1 മണിക്കൂറിൽ. അപ്പോൾ അതിൽ n-ൻ്റെ വാല്യൂ > 6 ആണെങ്കിൽ 2 സമയം നമ്മൾ എടുക്കും. അതിൽ ആദ്യത്തെ സമയം എന്ന് പറയുന്നത് 6-നേക്കാട്ടിലും വലുതാണെങ്കിൽ ഫോർമുല എന്താണ്, 5n - 30 × 12/11 എന്ന് കൊടുക്കണം. 6-നെക്കാട്ടിലും വലുതാണെങ്കിൽ -30 എന്ന് കൊടുക്കുക, 6-നെക്കാട്ടിലും ചെറുതാണെങ്കിൽ +30 എന്നാണ് കൊടുക്കേണ്ടത്. 5n + 30 × 12/11. അവിടെ 90 ഡിഗ്രി ആയതുകൊണ്ടാണ് 15 മിനിറ്റ് സ്പേസ് വന്ന്. നമുക്കറിയാം 180 ഡിഗ്രി സ്ട്രെയിറ്റ് എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റാണ്, 30 മിനിറ്റ് സ്പേസാണ് വന്നത്. 5 5 10 15 20 25 30 മിനിറ്റ് സ്പേസ്. അതുകൊണ്ട് നമ്മുടെ ഫോർമുലയിൽ 5n - 30 എന്നും 5n + 30 എന്നും വന്നു. റൈറ്റ് ആംഗിൾ 2 തവണ റൈറ്റ് ആംഗിൾ കാണിക്കുന്നുണ്ട്. സോ ± കൊടുക്കണം. ഇവിടെ ആകുമ്പോഴോ സ്ട്രെയിറ്റ് ആയിട്ട് കാണിക്കുന്നത് 1 മണിക്കൂറിൽ 1 തവണയാണ്. സോ n-ൻ്റെ വാല്യൂ > 6-ന് -30 എന്ന് കൊടുക്കുക ഫോർമുലയിൽ. n-ൻ്റെ വാല്യൂ 6-നെക്കാട്ടിലും കുറവാകുമ്പോൾ +30 എന്ന് കൊടുക്കുക. ക്വസ്റ്റ്യൻ നോക്കുക. At what time between 7 o'clock and 8 o'clock will the hands of a clock be in the straight line but not together? എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് കാണിക്കണം, ഒരുമിച്ചാവരുത് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ തന്നെ. സോ n 7 ആണ്, n+1 8 ആണ്. നമുക്ക് n-ൻ്റെ വാല്യൂ 6-നെക്കാട്ടിലും വലുതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, മൈനസ് ആണ്. 6-നെക്കാട്ടിലും വലുതാണെങ്കിൽ മൈനസ്, 6-നെക്കാട്ടിലും ചെറുതാണെങ്കിൽ പ്ലസ്. അപ്പോൾ നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5n - 30 × 12/11. അപ്പോൾ n-ന് 7 എന്ന് കൊടുത്താൽ 5 × 7 - 30 35 - 30 5 × 12/11 എന്ന് കിട്ടും. അതായത് 60/11 മിനിറ്റ് പാസ്റ്റ് n. ഓക്കെ, അപ്പോൾ 60/11 ഡിവൈഡ് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം, 5 5/11 എന്ന് എഴുതാം. എന്ന് വെച്ചാൽ
7 മണി കഴിഞ്ഞ് 5 മിനിറ്റും 5/11 സെക്കൻഡും ആകുമ്പോഴാണ് എന്താവുക, ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരിക. എന്ന് വെച്ചാൽ രണ്ട് ആംഗിളും തമ്മിൽ 180 ഡിഗ്രി ആവുക. ക്ലോക്കിൽ സമയം ഇങ്ങനെ നേരിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നത് 7 മണി കഴിഞ്ഞ് 5 മിനിറ്റും 5/11 സെക്കൻഡും ആകുമ്പോഴാണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 3 o'clock ആൻഡ് 8 o'clock എന്ന് പറഞ്ഞെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഫോർമുല എന്താവും, 3ഉം 4ഉമാണ് പറഞ്ഞതെങ്കിൽ 7നും 8നും പകരം 3 4 അല്ലെങ്കിൽ 2 3 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 6നെക്കാട്ടിലും കുറവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ -30ക്ക് പകരം +30 എന്ന് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലോക്ക് എന്നുള്ള പോർഷനിൽ വരുന്നത്.